പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഏപ്രിൽ 21 ചൊവ്വാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യും. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥം ഇന്ന് അങ്ങയുടെ മക്കളെ പ്രാർത്ഥന കൂടുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, മനസ്സ് വേദനിക്കുന്ന എല്ലാ വിഷയങ്ങളും, അവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന എല്ലാ വ്യക്തികളും ഇപ്പോഴും ഈശോയുടെ നാമം നിർവീര്യമാകട്ടെ. കർത്താവെ, മനസ്സ് വിഷമിപ്പിക്കുന്ന സാഹചര്യങ്ങൾ, ചെയ്തെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ, മറ്റുള്ളവർ നമ്മളെ പഴി പറയാൻ സാധ്യതയുള്ള എല്ലാ വിഷയത്തിൻ്റെ മേലും കർത്താവിൻ്റെ കരുണ ചൊരികയും നിങ്ങളെ കർത്താവ് ഇന്ന് നിലനിർത്തി തരികയും ചെയ്യട്ടെ. നിങ്ങൾ പോകുന്ന വഴികൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ,
ചെയ്യുന്ന കാര്യങ്ങൾ, യാത്ര ചെയ്യുന്ന വാഹനങ്ങൾ, ഒപ്പിടുന്ന പേപ്പറുകൾ, കൈമാറുന്ന രേഖകൾ, കഴിക്കുന്ന മരുന്ന് എല്ലാം മാതാവിൻ്റെ മധ്യസ്ഥതയിൽ യേശുനാമത്തിൽ അനുഗ്രഹിക്കപ്പെടുകയും നീ ദൈവത്തെ അനുഭവിക്കാൻ ഇന്ന് നിന്നെ സഹായിക്കുകയും ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാശ്രേഷ്ഠ നീക്കുവാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, 2 തരം ക്രിസ്തീയ ലൈഫുകൾ സാധ്യമാണ്. ഒന്ന് കാറ്റഗറ്റിക്കൽ ലൈഫ്, അത് കുറച്ച് ഡോക്ട്രിനലായിരിക്കും. ഒന്ന് ബിബ്ലിക്കൽ ലൈഫ്. നിർഭാഗ്യവശാൽ നമുക്ക് മിഷണറിമാരായിട്ട് ഇവിടെ വന്നവരും കാറ്റഗറ്റിക്കൽ കാലഘട്ടത്തിൽ സ്പിരിച്വാലിറ്റി ഫോളോ ചെയ്യുന്നവരാണ് നമുക്ക് വിശ്വാസം കൈമാറുന്നത് മാത്രമല്ല ബലപ്പെടുത്തിയവർ. ഞാൻ ഇങ്ങനെ അതുകൊണ്ട് എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ട്രെൻറ്റ് സൂനദോസിൻ്റെ കാലഘട്ടത്തിൽ ആണ് മിഷൻ, ഈ മാരിടൈം മിഷൻ ശക്തി പ്രാപിച്ചത്. അതിൽ നിന്നെല്ലാം ഉണ്ടായ സഭകൾ എല്ലാം കാറ്റഗോമനേറ്റ് അല്ല, കാറ്റഗറ്റിക്കൽ ചർച്ച് എന്ന് പറയും. അത് കുറച്ച് ഡോഗ്മ ഓറിയൻറ്റഡ് ആണ്. ഇപ്പോൾ ഡോക്ട്രിന ക്രിസ്ത, ഫ്രാൻസിസ് സേവ്യർ പഠിപ്പിച്ച സംഭവം എന്താ? വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ പഠിപ്പിച്ചത് എന്താ? ഡോക്ട്രിന ക്രിസ്തവ് എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. അതിൻ്റെ ഇംഗ്ലീഷ് എന്താ? ക്രിസ്ത്യൻ ഡോക്ട്രിൻസ് എന്നാണ്. അപ്പോൾ വിശ്വാസത്തെ ഡോക്ട്രിനായിട്ട് പഠിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം അതാണ്. അതുകൊണ്ടാണ് നമുക്ക് ഈ ജാതിയായിട്ട് തന്നെ നിലനിന്നത്. ഇവിടെ നമ്മൾ ജനിതകമായ ഒരു മാറ്റം സുവിശേഷം കേരളത്തിൽ വരുത്തിയില്ലല്ലോ. അതിൻ്റെ കാര്യം ജനിതക മാറ്റം സംഭവിച്ചിട്ടില്ല കേരള സമൂഹത്തിന്. എല്ലാവരും ഇപ്പോഴും ബ്രാഹ്മണിക് ആയിട്ടുള്ള ട്രഡീഷനിലേക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ഒടിച്ച് വളച്ചൊക്കെ എത്തിക്കാൻ വേണ്ടി ഇപ്പോഴും ആൾക്കാർ മലയാള മനസ്സ് തത്രപ്പെടുന്ന നമുക്ക് കാണാം. അത് ക്രിസ്ത്യൻ മനസ്സായാലും. അപ്പം അത് എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഈ ഔന്നത്യങ്ങൾ ആഭിജാത്യങ്ങളുമായിട്ട് ജാത്യതയെ ആഭിജാത്യമാക്കാൻ ഒരു പ്രത്യേക സരണികളെ മനുഷ്യൻ തന്നെ നിർമ്മിക്കുകയും അതിൽ ഒരാളാണ് ഞാനെന്ന് വരുത്തി തീർക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അഹംബോധങ്ങളുണ്ട്. ഈ അഹംബോധങ്ങൾ എപ്പോഴും ആത്മാഭിഷേകത്തിൻ്റെ എതിരാണ്. ഈ ജഡാരൂപി എന്ന് പറഞ്ഞാൽ ഫരിസൈക്കാണ് ശരിക്കും. അതുകൊണ്ട് ഈ ഫരിസേന്മാരെ കാണുമ്പോൾ കപട നാട്യക്കാരെ നീ ഉടനെ വിളിക്കും. കർത്താവ് ഇവരെ വിളിച്ചാൽ ആരെങ്കിലുമായിട്ട് ഏതെങ്കിലും നിക്കടെ ആകപ്പാടെ ഈശോ ഏതെങ്കിലും ഒരു ഫരിസേനുമായിട്ട് കമ്മ്യൂണിക്കബിൾ ആയിട്ടുള്ള ഒരു മേഖലയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് നിക്കഡേമൂസുമായിട്ടാണ്. നിക്കഡേമൂസിനോട് ഈശോ എന്താ പറഞ്ഞത്? ആത്മാവിൽ ജനിക്കണത് ആത്മാവും, ജഡത്തിൽ നിന്ന് ജനിക്കുന്നത് ജഡവുമാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മാവിന് ഒരിക്കലും ജഡത്തിൽ നിന്ന് ആത്മാവിൻ്റെ ഫലങ്ങൾ ഉണ്ടാക്കാൻ പറ്റത്തില്ലെന്നാണ് കട്ടൻ്റെ പറഞ്ഞാണ്. അപ്പോഴേ പിന്നെ അതിന് ബൈബിൾ എന്താണ് ഇത് ചെയ്യണം, എന്താണ് ഒരു ടെക്നിക്ക് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഭിത്തിയില്ലേ, ഒരു കോൺക്രീറ്റ് ഭിത്തിയായിട്ട് നമ്മൾ ഒരാണി വെച്ച് അടിച്ചാൽ എന്ത് പറ്റും? ആണി വളയുകയോ തെറിച്ചു പോവുകയോ ചെയ്യും, അല്ലേ? അല്ലെങ്കിൽ ചുറ്റിക കയ്യിൽ നിന്ന് പോകും. ഇത് കണക്കത്തുള്ളൂ. അതിനെന്താണ് ഈ ഇലക്ട്രീഷ്യൻസും അല്ലാത്തവരൊക്കെ ചെയ്യണത്? എന്താ? അവർ ഫിഷർ എന്ന് പറഞ്ഞ് പ്ലഗ് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ആദ്യം ഈ കോൺക്രീറ്റ് ഡ്രില്ല് ചെയ്യും. ഡ്രില്ല് ചെയ്തിട്ട് ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഫിഷർ പ്ലഗ് അതിലേക്ക് മയം മുട്ടി കയറ്റും. അപ്പോൾ ഫിഷർ പ്ലഗിൻ്റെ അകത്ത് കൂടി അതിനകത്ത് സ്ക്രൂ വെച്ചിട്ട് അവർ തിരിക്കും. അപ്പോഴാണ് അത് ടൈറ്റ് ആകണത്. അപ്പം ഡയറക്റ്റ് ഈ കോൺക്രീറ്റ് ഭിത്തിയിലേക്ക് ജഡത്തിലേക്ക് ആത്മാവിനെ പ്രവേശിപ്പിക്കാൻ പാടാണ്. ഈ ബൈബിളും ചെയ്തിരിക്കുന്ന അതാണ്. ജഡത്തിൽ നിന്ന് ആത്മാവിൻ്റെ കൃപ ഒരിക്കലും ആത്മാവിൻ്റെ പ്രവർത്തനം നടക്കത്തില്ലെന്ന് ഈശോ നിക്കഡേമോസിനെ കണ്ടപ്പോഴാണ് പറയേണ്ടത്. കാണാൻ പറ്റി, ശരിക്കും പറഞ്ഞാൽ അത് കാണാൻ പറ്റിയ 10 ദിവസം കൊണ്ട് എന്തുകൊണ്ട് അത് പറയാമായിരുന്നത്? കർത്താവ് നേരിട്ട് വിളിച്ച കുറേ ആൾക്കാരുണ്ടായിരുന്നില്ല. ജഡത്തിൻ്റെ തരി അവതാരമായിരുന്നില്ല പീലാത്തോസ്, യൂദാസ്. അയാളോടും പറഞ്ഞില്ലല്ല. പറഞ്ഞത് ഫരിസേയനോടാണ് പറഞ്ഞത്. ജഡത്തിൽ ജനിക്കുന്നത് ജഡമാണ്, ആത്മാവിൽ ജനിക്കുന്നത് ആത്മാവാണെന്ന് പറഞ്ഞതിൻ്റെ കാര്യം തമ്മിൽ ബന്ധമില്ല. പിന്നെ ചെയ്യാവുന്ന കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കാര്യം
അതാണ് ഈശോ ചെയ്തത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വചനം പതുക്കെ പതുക്കെ സ്വീകരിച്ച് ഇതെങ്ങനെ സംഭവിക്കും, ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ തന്നെ അതായത് അതിൻ്റെ പ്രോസസ്സിങ്ങിൽ അപ്പോൾ പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും എന്ന് പറയും. പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും. അപ്പോൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ പക്ഷേ ഈ ഫിഷർ പ്ലഗ് അടിക്കുന്നുണ്ട്. എന്താണ്? പരിശുദ്ധാത്മാവിനെ പരിശുദ്ധ അമ്മയെ കൊണ്ട് സ്വീകരിപ്പിക്കുന്നതിന് എന്താണ് അവരുടെ അമ്മ പറയണത്? ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ. അപ്പം ഈ അമ്മ ഉടനെ അതായത് ദാസിയായി, സ്വയം എളിമപ്പെട്ട് കർത്താവിന് ദാസിയായി ദൈവവചനത്തെ തന്നെ സമർപ്പിച്ചു. അങ്ങനെ ഒരു നിലപാട്, തുറവി, ഓപ്പൺനെസ്, സമർപ്പണം വചനത്തോട് നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായാൽ മാത്രമേ ഈ പരിശുദ്ധാത്മാവ് നമ്മൾ പ്രവർത്തിക്കാൻ തുടങ്ങത്തുള്ളൂ. അല്ലാതെ നമ്മൾ പെന്തക്കോസ്ത് ദിവസം വരുന്നു എന്നും പറഞ്ഞുകൊണ്ട് പാട്ടുപാടി പരിശുദ്ധാത്മാവിനെ കൊണ്ടുവരാനൊന്നും പറ്റത്തില്ല. അതായത് അത് കേരള സമൂഹത്തെ പരിശുദ്ധാത്മാവിനെ വരുത്തുക എന്ന് വെച്ചാൽ മറ്റെല്ലാ സമൂഹങ്ങളെക്കാൾ പാടാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് വരുന്നൊരു വിഷയം ഈ സിസ്റ്റം ഇങ്ങനെ കിടക്കുന്നത് കൊണ്ട് തന്നെയാണ്. കാസ്റ്റ് സിസ്റ്റം ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഇപ്പം തന്നെ ചിലരൊക്കെ ബ്രാഹ്മണിക്ക് ഒറിജിൻ ആയിരുന്നെന്ന് ഒരിക്കൽ സെമിനാറൊക്കെ നടത്തി സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിച്ചവർ ഇപ്പം അവിടെ നിന്ന് തലവരിക്കുന്നുണ്ടല്ലോ. അത് അവരിപ്പോൾ എന്താ പറയണത്? ഞങ്ങൾ ലോസ്റ്റ് ട്രൈബ്സ് ആണെന്നല്ലേ പറയണത് ഇസ്രയേലിൻ്റെ. അപ്പോഴും ഒതുങ്ങി കൊടുക്കാൻ തയ്യാറല്ല. അപ്പോൾ ഈ പുതിയൊരു സംഭവം എടുത്തിട്ട് അതിനൊക്കെ വലിയൊരു സംഭവം എടുത്തിട്ട് അതിലേക്ക് ഉള്ള സാംസ്കാരിക ചരിത്രയാത്ര നടത്തുകയാണ്. ഇവിടം വരെ എത്തുമെന്ന് നമുക്കറിയത്തില്ല. എന്നാലും ഒതുങ്ങാത്ത ഒരു മനസ്സാണ് മലയാളിക്കുള്ളത്. വെറും മലയാളിയാണ്. അപ്പോൾ അതിൻ്റെ വരുന്ന വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുമൂലം ഉണ്ടാകുന്ന, ഇതെല്ലായിടത്തും ഈ മേഖല ഉണ്ട്, ഇതുമൂലം ഉണ്ടാകുന്ന വിഷയം സഭ വളരത്തില്ല. അതുകൊണ്ടാണ് സഭ വളരാതിരിക്കുകയും സഭയിൽ ഇഷ്യൂസ് ഡെവലപ്പ് ചെയ്ത് വരികയും ചെയ്യുമ്പോൾ സഭയല്ലാതായി മാറുന്നു എന്നുള്ള കാര്യം അത് ഏറ്റവും കൂടുതൽ ഈ 2-3 കൊല്ലത്തിനുള്ളിലാണല്ലോ സഭ ഏറ്റവും കൂടുതൽ മോശമായ രീതിയിൽ വന്നിട്ടുള്ളത്. അത് നിസ്സാരമല്ലത്. ആ പെന്തക്കോസ്തിലേക്ക് അടുക്കുമ്പോൾ സഭയെ അഭിഷിക്തമാക്കാൻ വേണ്ടിയും ആ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ ഇപ്പം ഈശോ എല്ലായിടത്തും എപ്പോഴും ഈശോ ഈ ഒരു ഫോർമുല ഉപയോഗിക്കുന്നുണ്ട്. എന്താ? നിങ്ങളെൻ്റെ വചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവരെ എന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ വചനം എന്തിനാണ് കേൾക്കണത്? അതനുസരിച്ച് ജീവിക്കാനാണ്. തൻ്റെ പാറമേൽ തൻ്റെ ഭവനം പണി ചെയ്ത മനുഷ്യന് തുല്യരാണ്. പിന്നെ എന്താ ഈശോ പറഞ്ഞത്? നിത്യജീവൻ പ്രാപിക്കാൻ അയൽക്കാരനെ സ്നേഹിക്കണം. സമരക്കാരൻ്റെ മാതൃക കാണിച്ചിട്ട് പറഞ്ഞു നീയും പോയി അതുപോലെ ചെയ്യുക എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ വചനം ചെയ്യാതെ വചനം എളിമപ്പെട്ട് ടെക്നിക്കലായിട്ട് ചെയ്യാൻ നമ്മൾ ഒത്തിരി ചെയ്ത്തുകൾ വരണത് ടെക്നിക്കലായിട്ടാണ് വരണത്. ഇപ്പം കാല് കഴുകണില്ല, അതിൻ്റെ അകത്ത് ഒരു ടെക്നിക്കലായിട്ടാണ് കാല് കഴുകണത്. ശരിക്കും പറഞ്ഞാൽ ആ കാല് കഴുകുന്ന മനോഭാവമല്ല സ്വീകരിക്കേണ്ടത്. കാല് കഴുകണ കൾട്ടാണ് നമ്മൾ ചെയ്യണത്. കാല് കഴുകണ മനോഭാവം ഉണ്ട്, അത് വേറെയാണ് ശരിക്കും പറഞ്ഞാൽ. അതന്നെ സെൻറ്റ് പോൾ പറഞ്ഞത്, യേശുക്രിസ്തുവിൻ്റെ മനോഭാവം നിങ്ങൾക്കുണ്ടാവട്ടെ. അപ്പോൾ ഈ വചനം ആത്മാവ് ഫലം പുറപ്പെടുവിക്കും. ജഡത്തിൽ ഫലം പുറപ്പെടുവിക്കണമെങ്കിൽ ആത്മാവിൽ നിന്ന് ജഡം ഡെവലപ്പ് ചെയ്ത് വചനം മാംസമായ യേശുക്രിസ്തുവാണ്. അപ്പോൾ യേശുക്രിസ്തു വചനം മാംസമായത് എന്ത് ബേസിലാണ്? അതൊരു മനോഭാവമാണ്. ആ മനോഭാവം അതാണ് യേശുക്രിസ്തുവിൻ്റെ മനോഭാവം എന്ന് പറഞ്ഞത്. ഫിലിപ്പിയർ 2:5 യേശുക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളിലും ഉണ്ടാകട്ടെ. എന്താണ്? അവൻ പ്രകൃതിയ ദൈവമായിരുന്നു. ദൈവത്തോടുള്ള സമാനത അവൻ മുറുകെ പിടിക്കേണ്ട കാര്യമായി പരിഗണിച്ചില്ല. ഈ സമാനതയാണല്ല പ്രശ്നം. സമാനത മുറുകെ പിടിക്കേണ്ട കാര്യമായി പരിഗണിക്കാതെ വരുമ്പോഴാണ് നമുക്കവൻ തന്നെ താഴ്ത്തി മരണത്തോളൂ കുരിശുമരണത്തോളൂ. അപ്പം ഈ സമയത്ത് ഇവിടെ വെച്ചാണ് ഈ കുരിശുമരണത്തോളൂ എന്ന് പറഞ്ഞ രീതിയിലുള്ള ആ
മനോഭാവത്തിൻ്റെ പരമായിട്ടുള്ള താഴ്ച വരണടുത്ത് വിളിച്ചാണ് ഈ പരിശുദ്ധാത്മാവ് പെന്തക്കോസ്തായിലേക്ക് നമ്മളെ ഉപകരണമാക്കണത്. ഞാൻ ഇത്രയും നിശ്ചിതമായിട്ട് സംസാരിക്കും, കാരണം നമ്മൾ ശരിക്കും പുറത്തുനിന്നൊക്കെ ഉള്ള ആക്ഷേപങ്ങൾ നമ്മളാണ് ലോകം മുഴുവനും സുവിശേഷം എത്തിക്കണമെന്ന ഒരു ധാരണ ചിലർക്കുണ്ട്. പക്ഷേ നമ്മളത് മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളത് മാത്രമാണ് ശരിക്കും. ആ മെയിൻറ്റെയിൻ ചെയ്യുന്നതിൻ്റെ കാരണങ്ങൾ ദൈവികമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ഇനിയും കാലം തെളിയിക്കേണ്ടതാണ്. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാകുക.